എടപ്പള്ളി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ ഏതായാലും എടപ്പള്ളി വരെ പോവല്ലേ, അപ്പോൾ ഒന്ന് പുണ്യാളനെ കണ്ടേക്കാമെന്ന് കരുതി. അപ്പം ഞാൻ നേരെ എടപ്പള്ളിയിൽ ഇറങ്ങി നേരെ പുണ്യാളൻ്റെ അടുത്തേക്ക് നടന്നുപോയി. നല്ല തിരക്കായിരുന്നു. വൈകിട്ട് സമയമായത് കാരണം അത്യാവശ്യം റോഡിലും വഴി സൈഡിലും ഒക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും പുണ്യാളൻ്റെ അടുത്ത് പോകുകയല്ലേ, അപ്പോൾ ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു. നേരെ പോയി ഒരു പാക്കറ്റ് മെഴുകുതിരി വാങ്ങിച്ചു. ഇതാ പള്ളിയിലേക്ക് നടന്ന് പോവുകയാണ്. കുറേ നാളായി എടപ്പള്ളി പള്ളി പോയിട്ട്. നേരത്തെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി അങ്ങോട്ടേക്ക് ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോകണ്ട. അപ്പോൾ അന്നങ്ങനെ പോയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ പുണ്യാളനെ കൂടെ കണ്ടിട്ട് ഒരു പാക്കറ്റ് മെഴുകുതിരിയും കത്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോരാന്ന് കരുതിയിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. ഇതാ കുറേ ആൾക്കാർ അവിടെ നിന്ന് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അവരുടെ ഇടയിൽ കയറിയിട്ട് നേരെ കുറച്ച് മെഴുകുതിരി കത്തിക്കുകയാണ്. മെഴുകുതിരി രണ്ടും ഞാൻ കൈ പിടിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഫോൺ പിടിക്കാനായിട്ട് മാർഗ്ഗമില്ലാത്ത കാരണം ഞാൻ ക്യാമറ ഓണാക്കി എൻ്റെ പോക്കറ്റിലിട്ടു. പോക്കറ്റിലിട്ടപ്പോൾ കിട്ടിയ വിഷ്വലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കയ്യിൽ മെഴുകുതിരിയൊക്കെ ഉരുകി വീണിട്ടോ, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, പൊള്ളിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. നേരത്തെ വന്ന ആരോ കത്തിച്ചു വെച്ച മെഴുകുതിരിയാണ് കുറേ അട്ടിക്കണക്കിനിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഡീസൻ്റായിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് ഓർത്ത് നേരെ പുണ്യാളുടെ മുമ്പിൽ ചെന്നിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ വലിയ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോയി. അമ്പലത്തിൽ ഓർമ്മ കൊടുത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ട് തന്നെ പ്രാർത്ഥിച്ചേട്ടോ. എന്നാലും ചെരുപ്പിട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നേരെ പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോഴാണ് ആ ഇടത് സൈഡിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, അതെന്താണെന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. ഏത് ബിൽഡിംഗ് ആണെന്നല്ലേ, ഈ ബിൽഡിങ്. അതിൻ്റെ താഴത്ത് മറ്റേ കല്ലറയൊക്കെ കാണാം, പക്ഷെ അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. നേരെ പുറത്തിറങ്ങിയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം റോഡിലൊക്കെ നല്ല നല്ല തിരക്കുകളുണ്ട്. അപ്പോൾ ഇതാണ് എടപ്പള്ളി പള്ളി പോയ കഥ.